അത്ര വലിയ കഥയൊന്നുമല്ലിത്. വലിച്ചു നീട്ടി പറയുകയാണെങ്കിൽ 1 മണിക്കൂറോളം പറയാം. ചെറിയൊരു കഥയാണ്. എന്നാൽ കണ്ടന്റ് വെച്ച് നോക്കുകയാണെങ്കിൽ ഇതൊരു വലിയ കഥയുമാണ്. പക്ഷേ ഈ ക്രൈം സ്റ്റോറിയിൽ നിന്ന് നിരവധി പാഠങ്ങൾ നമുക്ക് പഠിക്കുവാനുണ്ട്. അതോടൊപ്പം നിങ്ങൾ വിചാരിക്കാത്ത നിരവധി ട്വിസ്റ്റും ടേണുകളും ഈ കഥയിലുണ്ട്. കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് ഞാൻ പത്രത്തിലൊരു വാർത്ത വായിച്ചത് ഓർക്കുന്നുണ്ട്. കേരളത്തിലാണ് സംഭവം നടന്നത്. ഫേസ്ബുക്ക് വഴി +2 പഠിക്കുന്ന ഒരു പെൺകുട്ടി ഒരാളുമായിട്ട് പ്രണയത്തിലായി. തൻ്റെ സമപ്രായക്കാരനാണെന്നാണ് ഈ കുട്ടിയും വിചാരിച്ചത്. അവസാനം കാമുകനെ കാണുവാനായിട്ട് അവൾ ട്രെയിൻ കയറി. കോഴിക്കോടാണോ അതോ കണ്ണൂരാണോ എന്ന് കൃത്യമായിട്ട് ഓർക്കുന്നില്ല. റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയ പെൺകുട്ടിയെ വരവേറ്റത് 45 വയസ്സുള്ള ഒരാളായിരുന്നു. അയാളായിരുന്നു ഇത്രയും കാലം ഈ കുട്ടിയുടെ കാമുകന്റെ വേഷം കെട്ടി ആടിയത്. കാമുകനെ കണ്ടതും കാമുകി ബോധം കെട്ടു വീണു. അന്നിത് വലിയൊരു വാർത്തയായിരുന്നു. ഇന്റർനെറ്റിലൂടെ നടക്കുന്ന ഇത്തരം തട്ടിപ്പിനെ കാറ്റ് ഫിഷിംഗ് എന്നാണ് പറയുന്നത്. ഇതും ഒരു കാറ്റ് ഫിഷിങ്ങിന്റെ കഥയാണ്. എന്നാൽ ഈ കഥയുടെ ക്ലൈമാക്സ് നിങ്ങൾക്ക് ഊഹിക്കുവാൻ പോലും കഴിയില്ല. കഥയിലേക്ക് പോവാം. വർഷം 2005 മെയ് മാസം. അമേരിക്കയിൽ പോഗോ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു ഗെയിമിംഗ് സൈറ്റ് ഉണ്ട്. നിരവധി ആളുകൾ, അതും പ്രായവ്യത്യാസമില്ലാതെ അവരുടെ ഒഴിവു സമയം ചെലവഴിക്കുവാനായിട്ട് ഈ ഗെയിമിംഗ് സൈറ്റ് ഉപയോഗിക്കാറുണ്ട്. പോഗോ ഗെയിമിംഗ് സൈറ്റിൽ ആളുകൾക്ക് പ്രൈവറ്റായിട്ടും അതുപോലെ പബ്ലിക്കായിട്ടും ചാറ്റ് ചെയ്യുവാനുള്ള സൗകര്യമുണ്ട്. ഒരു ദിവസം ഈ സൈറ്റിൽ മറൈൻ സ്നൈപ്പർ എന്ന യൂസർ ഐ ഡിയിലുള്ള ഒരാൾ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഐ ഡിയിലേക്ക് മറ്റൊരു ഐ ഡിയിൽ നിന്നും ഒരു റിക്വസ്റ്റ് വന്നു. ആ ഐ ഡിയുടെ പേര് ടാൾ ഹോട്ട് ബ്ലണ്ട് എന്നായിരുന്നു. കുറച്ചു നേരം ഒരുമിച്ച് ഇരുവരും ഗെയിമുകൾ കളിച്ചു. മറൈൻ സ്നൈപ്പർ എന്ന ഐ ഡിയിൽ ഗെയിം കളിക്കുന്ന വ്യക്തിയുടെ പേര് ടോമി എന്നാണ്. അയാൾ പുതിയതായിട്ട് വന്ന ഈ ഐ ഡിയിലേക്ക് ഒരു പ്രൈവറ്റ് മെസ്സേജ് അയച്ചു. വൈകാതെ അവർ തമ്മിൽ പ്രൈവറ്റ് ചാറ്റിംഗ് ആരംഭിച്ചു. ടാൾ ഹോട്ട് ബ്ലണ്ട് എന്ന യൂസർ നെയിമിന് പിന്നിലുള്ളത് ഒരു പെൺകുട്ടിയായിരുന്നു. അവളുടെ പേര് ജെസ്സി. വെസ്റ്റ് വെർജീനിയയിലാണ് താമസം. 18 വയസ്സുള്ള ഒരു ഹൈസ്കൂൾ വിദ്യാർത്ഥിനി. ഇതിനിടയിൽ ജെസ്സി ടോമിയെക്കുറിച്ചും അന്വേഷിച്ചു. അയാൾ ആരാണ്, എന്ത് ചെയ്യുന്നു തുടങ്ങിയ കാര്യങ്ങൾ. ടോമി അവളോട് പറഞ്ഞത് ഇങ്ങനെയാണ്: താൻ US മറീൻ ആകുവാനായിട്ട് ട്രെയിനിങ്ങിന് കയറിയിരിക്കുന്ന ഒരാളാണ്. 18 വയസ്സാണ് പ്രായം. എപ്പോൾ വേണമെങ്കിലും ഇറാഖിലേക്ക് തനിക്ക് വിളി വരാം. അതിനു വേണ്ടിയിട്ട് കാത്തിരിക്കുന്നു. ഇതിനിടെ ടോമി ജെസ്സിയോട് അവളുടെ ഒരു ഫോട്ടോ തനിക്ക് അയക്കാമോ എന്ന് ചോദിച്ചു. അത് കേൾക്കുവാനായിട്ട് കാത്തിരുന്ന പോലെ ജെസ്സി അയാൾക്കൊരു ഫോട്ടോ അയച്ചു കൊടുത്തു. ആ ഫോട്ടോ കണ്ടതും ടോമി അന്തിച്ചുപോയി. അതിസുന്ദരിയായ ഒരു പെൺകുട്ടിയുടെ ചിത്രമായിരുന്നു അത്. ഒത്ത ഉയരവും മനോഹരമായ ശരീരവുമുള്ള ഒരുവൾ. ജെസ്സി തൻ്റെ സ്വിമ്മിംഗ് സൂട്ടിലുള്ള ചിത്രമാണ് അയാൾക്ക് അയച്ചു കൊടുത്തത്. ആദ്യ കാഴ്ചയിൽ തന്നെ അയാൾ വീണുപോയെന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. ജെസ്സി ടോമിയോട് അയാളുടെ ഒരു ഫോട്ടോ തനിക്ക് അയച്ചു തരുവാനായിട്ട് പറഞ്ഞു. ഉടൻ തന്നെ തൻ്റെ ഒരു ഫോട്ടോ ടോമിയും തിരിച്ചയച്ചു. നല്ല ഉയരവും സമർത്ഥമായിട്ടുള്ള മുടിയും തിളങ്ങുന്ന കണ്ണുകളും നല്ലതുപോലെ വിരിഞ്ഞ തോളും മസിലുമുള്ള ഒരു ചെറുപ്പക്കാരൻ്റെ ചിത്രമായിരുന്നു അത്. ആ ഫോട്ടോ ജെസ്സിക്കും ഇഷ്ടപ്പെട്ടു. ഒറ്റ കാഴ്ചയിൽ തന്നെ ഇരുവരും പ്രണയത്തിലായി. എന്നാൽ ആ സമയത്ത് ഒരു കാര്യം ജെസ്സിക്ക് അറിയില്ലായിരുന്നു. താൻ ഇന്റർനെറ്റ് വഴി കണ്ട ടോമിയുടെ ആ ഫോട്ടോയ്ക്ക് കുറഞ്ഞത് 30 വർഷത്തോളം പഴക്കമുണ്ടെന്ന യാഥാർത്ഥ്യം. അതെ, ടോമിയുടെ മുഴുവൻ പേര് തോമസ് മോൺഗോമറി എന്നായിരുന്നു. അയാൾക്ക് ആ സമയത്ത് 46 വയസ്സ് പ്രായമുണ്ട്. കൂടാതെ വിവാഹിതനുമായിരുന്നു. 2 കുട്ടികളുടെ അച്ഛനുമായിരുന്നു. എങ്ങനെയാണ് മോൺഗോമറി ഇങ്ങനെ ഒരു ചാറ്റ് റൂമിനെ തൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാക്കിയത്? അതിന് പിന്നിലും ഒരു കഥയുണ്ട്. ന്യൂയോർക്കിലെ ബഫലോ സിറ്റിയിലുള്ള ഒരു ഫാക്ടറിയിലായിരുന്നു അയാൾ ജോലി ചെയ്തു വന്നത്. വിരസമായിട്ടുള്ള ജോലിയായിരുന്നു അത്. മാത്രവുമല്ല, അയാളുടെ വിവാഹ ജീവിതവും അത്ര നല്ലതായിരുന്നില്ല. ഒരു വശത്ത് മനസ്സ് മടുപ്പിക്കുന്ന ജോലി, മറുവശത്ത് സദാ ശല്യക്കാരിയായിട്ടുള്ള ഭാര്യ. ഈ 2 നരകത്തിൽ നിന്ന് രക്ഷപ്പെടുവാനാണ് അയാൾ ഓൺലൈൻ ഗെയിമിംഗ് സൈറ്റിൽ കയറി മറൈൻ സ്നൈപ്പർ എന്ന ഐഡിയ ഉണ്ടാക്കി പോക്കർ ഗെയിം കളിക്കുവാനായിട്ട് തുടങ്ങിയത്. ക്രമേണ അയാളുടെ ചാറ്റ് റൂമിലേക്ക് മോൺഗോമറിയുടെ ഫാക്ടറിയിൽ ജോലി ചെയ്യുന്നവരും അതുപോലെ മറ്റാളുകളും ചേർന്നു. മോൺഗോമറി പണ്ട് നേവിയിൽ 6 വർഷത്തോളം ജോലി നോക്കിയിരുന്നു. ആ ഓർമ്മയ്ക്ക് വേണ്ടിയാണ് താൻ സൃഷ്ടിച്ച ചാറ്റ് റൂമിനും തൻ്റെ യൂസർ ഐ ഡിയും മറൈൻ സ്നൈപ്പർ എന്ന പേരുമിട്ടത്. വൈകാതെ അയാളുടെ ഓൺലൈൻ യാത്രകൾ ടീനേജേഴ്സ് ഉള്ള ചാറ്റ് റൂമുകളിലേക്ക് തിരിഞ്ഞു. അങ്ങനെയാണ് ജെസ്സിയെ പരിചയപ്പെട്ടത്. ഒരു ചെറുപ്പക്കാരിയുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ പതുക്കെ അയാളിലെ ടീനേജറെ ഉണർത്തി. അതിന് വളം വയ്ക്കുവാനെന്നോണം ദിവസവും നിരവധി ചിത്രങ്ങളാണ് ജെസ്സി ടോമിക്ക് അയച്ചുകൊണ്ടിരുന്നത്. അതിൽ കൂടുതലും അവൾ അല്പവസ്ത്രത്തിൽ നിൽക്കുന്ന ഒന്നായിരുന്നു. പകരം അയച്ചു കൊടുക്കുവാനായിട്ട് ടോമിയുടെ കൈവശം അധികം ഫോട്ടോസ് ഒന്നുമില്ല. അതുകൊണ്ട് അയാൾ പട്ടാളത്തിലെ വിശേഷങ്ങളാണ് അവളുമായിട്ട് പങ്കുവെച്ചത്. ഒരു ചാറ്റിൽ തുടങ്ങിയ ആ ബന്ധം വൈകാതെ ഫോൺ വിളിയിലേക്കും തുടർന്ന് വെർച്വൽ സെക്സിലേക്കും വഴി മാറി. ജെസ്സി തൻ്റെ അടിവസ്ത്രങ്ങൾ വരെ മോൺഗോമറിക്ക് തപാൽ വഴി അയച്ചു കൊടുത്തു. ചിലപ്പോൾ അയാൾ താനിപ്പോൾ ഇറാഖിലെ ക്യാമ്പിൽ നിന്നുമാണെന്ന് പറഞ്ഞ് ടോമിയായിട്ട് അഭിനയിച്ച് ജെസ്സിയെ ഫോൺ വിളിക്കും. മറ്റു ചിലപ്പോഴാകട്ടെ
താൻ മോൺഗോമറി ആണെന്നും ടോമിയുടെ അച്ഛനാണെന്നും പറഞ്ഞ് ഫോൺ വിളിക്കും. ചുരുക്കത്തിൽ അയാൾ ഇരട്ട വേഷം ആടുകയായിരുന്നു. വൈകാതെ ഞെട്ടിക്കുന്നൊരു കാര്യം സംഭവിച്ചു. ആ മധ്യവയസ്കൻ ജെസ്സി എന്ന ടീനേജുകാരിയെ തൻ്റെ പ്രായം മറന്ന് ഭ്രാന്തമായിട്ട് പ്രണയിക്കാൻ തുടങ്ങി. അയാളുടെ ഉള്ളിൽ രണ്ട് വ്യക്തിത്വങ്ങൾ ഉടലെടുത്തു. മോൺഗോമറി എന്ന മധ്യവയസ്കനും അയാൾ തന്നെ ഉണ്ടാക്കിയെടുത്ത ടോമി എന്ന ടീനേജുകാരനും. മെല്ലെ മെല്ലെ ടോമി എന്ന ടീനേജുകാരൻ മോൺഗോമറിയെ ഹൈജാക്ക് ചെയ്യുവാൻ തുടങ്ങി. വൈകാതെ അയാൾ താൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലെ പലരോടും ജെസ്സി എന്ന 18കാരിയുമായിട്ട് താൻ പ്രണയത്തിലാണെന്ന് വീമ്പിളക്കി. മോൺഗോമറിയുടെ ചാറ്റ് റൂമിലുള്ള കമ്പനിയിലെ മറ്റു തൊഴിലാളികൾക്കും ജെസ്സി എന്ന ഐഡിയയെക്കുറിച്ച് അറിയാമായിരുന്നു. അവരയാളെ അസൂയയോടെ നോക്കി. അതിൽ ഒരാളായിരുന്നു 22 വയസ്സുള്ള ബ്രിയാൻ ബാരറ്റ്. അയാൾക്കും ഈ ജെസ്സി എന്ന ഐഡിയ അറിയാം. എന്നാൽ കള്ളങ്ങൾ കൊണ്ട് എത്ര വലിയ ചീട്ട് കൊട്ടാരം പടുത്തുയർത്തിയാലും ഒരു ദിവസം അത് തകരുമെന്നാണല്ലോ പറയുന്നത്. ഇവിടെയും അതുതന്നെ സംഭവിച്ചു. മോൺഗോമറിയുടെ കള്ളങ്ങൾ വൈകാതെ പൊളിഞ്ഞു തുടങ്ങി. ഒരു ദിവസം മോൺഗോമറി വീട്ടിലില്ലാതിരുന്ന സമയത്ത് എന്തോ ആവശ്യത്തിന് വേണ്ടിയിട്ട് മോൺഗോമറിയുടെ മകൾക്ക് അയാളുടെ കമ്പ്യൂട്ടറിൽ ലോഗിൻ ചെയ്ത് നോക്കേണ്ടി വന്നു. ആ സമയത്ത് ഒരു മെസ്സേജ് വന്നത് അവൾ ശ്രദ്ധിച്ചു. അത് ജെസ്സിയുടെ മെസ്സേജ് ആയിരുന്നു. മെസ്സേജിലെ ഭാഷ അത്ര ശരിയല്ലാത്തതുകൊണ്ട് അവൾ ആ കമ്പ്യൂട്ടർ ആകെ മൊത്തം അരിച്ചു പെറുക്കി പരിശോധിച്ചു. അതോടെ മോൺഗോമറിയുടെ കള്ളത്തരം കയ്യും കളവുമായിട്ട് പിടിക്കപ്പെട്ടു. ഉടൻ തന്നെ മകൾ തൻ്റെ അമ്മ സിൻഡിയെ വിളിച്ച് ഇതെല്ലാം കാണിച്ചു കൊടുത്തു. അവരും ഞെട്ടിപ്പോയി. അതിനെ തുടർന്ന് സിൻഡിയും 2 പെൺമക്കളും നടത്തിയ അന്വേഷണത്തിൽ മോൺഗോമറിയുടെ എല്ലാ കള്ളവും പുറത്തായി. ജെസ്സിയുടെ കാര്യങ്ങളും അവൾ അയച്ച കത്തുകളും ഫോട്ടോകളും അവർക്ക് കിട്ടുകയാണ്. അതോടൊപ്പം അവൾ അയച്ചു കൊടുത്ത അടിവസ്ത്രം വരെ ഇവർ കണ്ടെത്തി. ടോമി എന്ന പേരിൽ മോൺഗോമറി എഴുതിയ കഥകളും അവർ വായിച്ചു. എന്നാൽ സിൻഡിക്ക് ജെസ്സിയോട് ദേഷ്യമല്ല തോന്നിയത്. തൻ്റെ ഭർത്താവിൻ്റെ കള്ളക്കഥകൾ കണ്ണുമടച്ച് വിശ്വസിച്ച ആ പെൺകുട്ടിയോട് അവർക്ക് സഹതാപം മാത്രമാണ് തോന്നിയത്. ഉടൻ തന്നെ അവർ ജെസ്സിക്ക് അവരുടെ കുടുംബ ഫോട്ടോ അയച്ചു കൊടുത്തു. ആ ഫോട്ടോയുടെ മധ്യത്തിൽ മോൺഗോമറി നിൽപ്പുണ്ട്. ഒരു ചുവന്ന മാർക്കർ കൊണ്ട് അയാളുടെ മുഖത്തൊരു വട്ടം വരച്ച ശേഷം സിൻഡി ഇങ്ങനൊരു മെസ്സേജ് ജെസ്സിക്ക് അയച്ചു. ഈ ഫോട്ടോയിൽ കാണുന്ന ആളുകളെ ഞാൻ നിനക്ക് പരിചയപ്പെടുത്താം. ചിത്രത്തിൽ നടുക്ക് നിൽക്കുന്നയാളുടെ പേര് ടോം എന്നാണ്. 1989 മുതൽ ഇയാൾ എൻ്റെ ഭർത്താവ് ഉദ്യോഗസ്ഥനാണ്. അയാൾക്കിപ്പോൾ 46 വയസ്സുണ്ട്. കൂടെയുള്ളത് ഞങ്ങളുടെ 2 മക്കളാണ്. കമ്പ്യൂട്ടറിൽ കാണുന്ന വാക്കുകൾ വിശ്വസിക്കരുത്. വാ തുറന്നാൽ നുണ മാത്രം പറയുന്ന ഒരാളുടെ ഇരയാണ് നീയെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. ഇനിയെങ്കിലും സത്യം തിരിച്ചറിയുക എന്ന് സിൻഡി മോൺഗോമറി. സ്വാഭാവികമായിട്ടും എന്തായിരിക്കും അടുത്തതായിട്ട് സംഭവിക്കുക? നീ എന്നെ ചീറ്റ് ചെയ്തു മുതുകളവ എന്ന് പറഞ്ഞുകൊണ്ട് ജെസ്സി മോൺഗോമറിക്ക് ഒരു മെസ്സേജ് അയച്ചു. അതോടെ ആ ഐഡിയയുമായിട്ടുള്ള എല്ലാ ബന്ധവും അവസാനിപ്പിച്ചു. ഇത് ടോമി എന്ന മോൺഗോമറിക്ക് വലിയ ഷോക്കായിരുന്നു. അയാൾ ശരിക്കും തകർന്നുപോയി. പക്ഷെ അതുകൊണ്ടും കാര്യങ്ങൾ അവസാനിച്ചില്ല. മോൺഗോമറിയുടെ തകർച്ച പൂർണ്ണമാകുവാനായിട്ട് ജെസ്സി മറ്റൊരു കാര്യം കൂടി ചെയ്തു. അയാളുടെ കൂടെ ജോലി ചെയ്യുന്ന ബ്രിയാൻ ബാരറ്റുമായിട്ട് അവൾ ചാറ്റ് ചെയ്തു. എന്നിട്ട് അയാളോട് മോൺഗോമറിയെക്കുറിച്ച് അന്വേഷിച്ചു. ഇതെല്ലാം പരസ്യമായിട്ടുള്ള ചാറ്റിങ്ങിലൂടെയാണ് ചെയ്തത്. അതായത് ആ പ്ലാറ്റ്ഫോമിലുള്ള എല്ലാവരും ഇത് കാണുന്നുമുണ്ട്. ബീഫ് കേക്ക് അതായിരുന്നു ബ്രിയാന്റെ യൂസർ ഐഡിയുടെ പേര്. ജെസ്സി ആകെ തകർന്നിരിക്കുന്ന അവസ്ഥയാണെന്ന് ചാറ്റിലൂടെ അയാൾ മനസ്സിലാക്കി. ഈ സാഹചര്യം ഉപയോഗിക്കുവാനായിട്ട് ബ്രിയാനും തീരുമാനിച്ചു. അയാൾ അവളെ ആശ്വസിപ്പിച്ചു. ജെസ്സിക്ക് വേണ്ടതും ആ സമയത്ത് അതായിരുന്നു. മോൺഗോമറിയോട് പ്രതികാരം ചെയ്യുവാനായിട്ട് അവൾ തീരുമാനിച്ചു. അതിനുവേണ്ടി അവൾ അവനുമായിട്ട് പ്രണയത്തിലായി. എന്നിട്ട് മുള്ളുവെച്ച വാക്കുകൾ ടോമിക്കെതിരെ പ്രയോഗിക്കുവാൻ തുടങ്ങി. താനും ബ്രിയാനും ഇപ്പോൾ പ്രണയത്തിലാണെന്നും തൻ്റെ പ്രായവുമായിട്ട് ചേരുന്ന ബ്രിയാന്റെ കൂടെ താൻ വളരെ സന്തോഷവതിയാണെന്നും അവൾ പരസ്യമായിട്ട് പ്രസ്താവിച്ചു. ഇതെല്ലാം മോൺഗോമറി കാണുന്നുണ്ടെന്ന് അവൾ ഉറപ്പാക്കിയിരുന്നു. അതും കൂടാതെ അയാൾ എപ്പോൾ ഓൺലൈനിൽ വന്നാലും ജെസ്സിയും ബ്രിയാനും കൂടി ഒരു കാര്യം ചെയ്യും. മറൈൻ സ്നൈപ്പർ യഥാർത്ഥത്തിൽ ആരാണെന്നും അയാളുടെ പേരും യഥാർത്ഥ പ്രായവും എന്താണെന്നും അയാൾ എങ്ങനെയാണ് തന്നെ പറ്റിച്ചത് എന്ന് വിളിച്ചും കൂവും. ഓൺലൈനിലുള്ള സകല മെമ്പർമാരും ഈ ത്രികോണ പ്രണയം അറിയുകയാണ്. അങ്ങനെ മോൺഗോമറിക്ക് സകല ചാറ്റ് റൂമുകളിലും വലിയൊരു ചീത്തപ്പേരുണ്ടായി. കൂടാതെ പിഡോഫൈൽ എന്ന ഓമന പേരും കിട്ടി. മോൺഗോമറിക്ക് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു ഈ അപമാനം. അയാൾ തൻ്റെ കൂടെ ജോലി ചെയ്യുന്ന മറ്റുള്ളവരോട് ഇതേക്കുറിച്ച് പറഞ്ഞത് ഇങ്ങനെയാണ്: ഈ ചെയ്തതിനൊക്കെ ബ്രിയാൻ അവൻ്റെ രക്തം കൊണ്ട് മറുപടി പറയേണ്ടി വരും. ഒരു ദിവസം അവനെ ഞാൻ അവസാനിപ്പിക്കും. ഇതിനിടയിൽ തൻ്റെ കൺമുൻപിൽ കിടന്ന് പബ്ലിക്കായിട്ട് റൊമാൻസ് ചാറ്റ് ചെയ്യുന്ന ജെസ്സിയെയും ബ്രിയാനെയും പച്ചത്തെറി വിളിക്കുവാനും ഈ പരിപാടി നിർത്തിക്കോ എന്ന് ഭീഷണിപ്പെടുത്തുവാനും അയാൾ മടിച്ചില്ല. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം മോൺഗോമറിക്ക് വളരെ അപ്രതീക്ഷിതമായിട്ട് ജെസ്സിയുടെ ഒരു മെസ്സേജ് വരികയാണ്. അതിലെ ഉള്ളടക്കം ഇതായിരുന്നു: അവൾക്ക് മോൺഗോമറിയെ ഇഷ്ടമാണ്. അയാളെ പിരിഞ്ഞിരിക്കുവാനായിട്ട് വയ്യ. മെസ്സേജ് വായിച്ചതും അയാൾ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടിയെന്ന് പറയാം. കാരണം ഇപ്പോൾ അയാളുടെ യഥാർത്ഥ പ്രായം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അവൾ വീണ്ടും പഴയ ബന്ധം പുതുക്കുവാനായിട്ട് തയ്യാറായിട്ട് വരുന്നത്. മാത്രവുമല്ല, മോൺഗോമറിയുടെ ഭാര്യ സിൻഡി വിവാഹമോചനത്തിന് കേസും കൊടുത്തിരുന്നു. കാര്യങ്ങൾ വൈകിയാണെങ്കിലും തനിക്ക് അനുകൂലമായിട്ട് വരികയാണ്. പതുക്കെ പതുക്കെ അവർ പഴയ ബന്ധത്തിലേക്ക് മടങ്ങി.
പക്ഷേ ഇത് മറ്റൊരു ചതിയായിരുന്നു. ബ്രിയാനും ജെസ്സിയും ചേർന്ന് നടത്തിയ മറ്റൊരു നാടകം. ചുരുക്കി പറഞ്ഞാൽ മീന്തല കാട്ടി പൂച്ചയെ കൊതിപ്പിക്കുക എന്ന് കേട്ടിട്ടില്ലേ? അതാണ് ഇവിടെ സംഭവിച്ചത്. വൈകാതെ ജെസ്സി വീണ്ടും അയാളെ പരിഹസിച്ചുകൊണ്ട് ബ്രിയാന്റെ അടുത്തേക്ക് തന്നെ മടങ്ങി. മോൺഗോമറി ആകട്ടെ ഇലിഫിനും നിരാശനുമായി. ജോലി സ്ഥലത്തടക്കം അയാൾ വല്ലാതെ അപമാനിതനായി. പക്ഷെ ആ സമയത്ത് ജെസ്സിയും ബ്രിയാനും ഒരു കാര്യം അറിഞ്ഞിരുന്നില്ല. ആ നിരാശ വലിയൊരു പ്രതികാരമായിട്ട് മാറുകയാണെന്ന്. ഇതിനിടയിൽ ബ്രിയാന് ജോലിയുടെ ഭാഗമായിട്ട് ജെസ്സിയുടെ നാട്ടിലേക്ക് പോകേണ്ടി വരികയാണ്. താൻ ജെസ്സിയെ കാണുവാനായിട്ട് വരുന്നുവെന്ന് ചാറ്റ് റൂമിൽ വെച്ച് പരസ്യമായിട്ടാണ് ബ്രിയാൻ പറഞ്ഞത്. ജെസ്സിക്കും വലിയ സന്തോഷമായി. അവൾ അവനെ സ്വാഗതം ചെയ്തു. എന്നാൽ അവസാന നിമിഷം മറ്റൊരു അത്യാവശ്യ യാത്ര ജെസ്സിക്ക് വന്നതുകൊണ്ട് അവരുടെ ആ കൂടിക്കാഴ്ച നടന്നില്ല. ഇതെല്ലാം കണ്ടുകൊണ്ട് കലി കയറിയിരിക്കുകയാണ് ടോമി. കമിതാക്കൾ ഇരുവരും പരസ്പരം കണ്ടില്ലെങ്കിലും അവരെക്കുറിച്ച് തനിക്ക് കഴിയും പോലെ മോശമായിട്ടുള്ള കാര്യങ്ങൾ അയാൾ ചാറ്റിലൂടെ വിളിച്ചുപോയി. എന്നാൽ ആരും അത് കാര്യമായിട്ടെടുത്തില്ല. മോൺഗോമറിക്ക് അസൂയ മൂത്തിരിക്കുകയാണെന്ന് ഇവരുടെ ജോലി സ്ഥലത്തടക്കം ചാറ്റ് റൂമിലുള്ള സകലർക്കും അറിയാമായിരുന്നു. അങ്ങനെ ഇരിക്കെ 2006 സെപ്റ്റംബർ 15 വരികയാണ്. അന്നൊരു വെള്ളിയാഴ്ചയാണ്. അന്നാണ് ഈ ത്രികോണ പ്രണയത്തെ മാറ്റിമറിച്ചൊരു സംഭവം ഉണ്ടായത്. അന്ന് രാത്രിയിൽ തന്റെ ഡ്യൂട്ടി എല്ലാം കഴിഞ്ഞ് മടങ്ങുവാനായിട്ട് തയ്യാറെടുക്കുകയായിരുന്നു ബ്രിയാൻ. അവൻ പാർക്കിങ്ങിലേക്ക് നടന്നു. എന്നിട്ട് തന്റെ കാറിൽ കയറിയിരുന്നു. അതിനുശേഷം ബ്രിയാൻ കൊല്ലപ്പെട്ടു. അവൻ കാറിൽ കയറിയിരുന്നതും വാഹനത്തിന്റെ വലതുവശത്തു നിന്നും ഒരു 30 കാലിബർ റൈഫിളിൽ നിന്നും പാഞ്ഞു വന്ന 3 വെടിയുണ്ടകൾ ഗ്ലാസും തകർത്ത് ബ്രിയാന്റെ ശരീരത്തിലൂടെ കയറി. 2 വെടിയുണ്ട കഴുത്തിലും ഒരെണ്ണം കയ്യിലുമാണ് കയറിയത്. ബ്രിയാൻ സ്പോട്ട് ഔട്ട്. വെള്ളിയാഴ്ച രാത്രിയാണ് അവൻ കൊല്ലപ്പെട്ടത്. അടുത്ത ദിവസം ശനിയാഴ്ച കമ്പനിക്ക് അവധിയായിരുന്നു. ശനിയും ഞായറും കഴിഞ്ഞ് തിങ്കളാഴ്ച ജോലിക്ക് വന്നവരാണ് അയാളുടെ ജഡം കണ്ടെത്തിയതും പോലീസിൽ വിവരം അറിയിച്ചതും. പോലീസിനെ പ്രതിയിലേക്ക് എത്തപ്പെടുവാനായിട്ട് കാര്യമായിട്ടുള്ള അന്വേഷണമൊന്നും വേണ്ടി വന്നില്ല. കമ്പനിയിൽ അന്വേഷിച്ചപ്പോൾ തന്നെ ബ്രിയാനോട് ഏറ്റവും അധികം വൈരാഗ്യമുള്ളത് ആർക്കാണെന്ന് അവർക്ക് മനസ്സിലായി. മോൺഗോമറിക്ക്. അവരിൽ നിന്നും അതുപോലെ ചാറ്റ് റൂമിൽ നിന്നും കണ്ട മെസ്സേജുകളിൽ നിന്നും ഇവരുടെ ത്രികോണ പ്രണയകഥ പോലീസിന് മനസ്സിലായി. കൂടാതെ ബാലിസ്റ്റിക് റിപ്പോർട്ടും അയാൾക്കെതിരെയാണ് വിരൽ ചൂണ്ടിയത്. ഒരു ആർമി റൈഫിൾ ഉപയോഗിച്ചാണ് കൊലപാതകം നടത്തിയത്. മോൺഗോമറി ആകട്ടെ ഒരു എക്സ് ആർമിക്കാരനുമാണ്. കൊലയാളി ബ്രിയാനെ വെടിവെക്കുവാനായിട്ട് പതിയിരുന്ന സ്ഥലവും പോലീസ് കണ്ടെത്തി. അവിടെ നിന്നും ഒരു M1A1 റൈഫിൾ ഉപയോഗിക്കുന്ന മാഗസിനും പീച്ച് പിറ്റും അതുപോലെ ഏതാനും സിഗരറ്റ് കുറ്റികളും അവർക്ക് കിട്ടി. എന്നാൽ ബുള്ളറ്റ് ഷെല്ലുകൾ മാത്രം കിട്ടിയില്ല. ഇതിനിടയിൽ കമ്പനിയിലെ ഒരു ജോലിക്കാരൻ മുൻപോട്ട് വന്ന പോലീസിനോട് ഒരു കാര്യം പറഞ്ഞു. ഒരിക്കൽ മോൺഗോമറി അയാളോട് ഇങ്ങനെ പറഞ്ഞിരുന്നു, താൻ ഒരാളെ കൊല്ലുകയാണെങ്കിൽ അതൊരു M1A1 റൈഫിൾ ഉപയോഗിച്ചായിരിക്കും ചെയ്യുക. ഒരു തെളിവും അവശേഷിപ്പിക്കില്ല. ബുള്ളറ്റ് ഷെല്ലുകൾ വരെ എടുത്തുകൊണ്ട് പോകും. ആ ജോലിക്കാരൻ അന്ന് ഇതൊരു തമാശയായിട്ടാണ് കണ്ടത്. എന്നാൽ ആ തമാശയാണ് ഇപ്പോൾ ഇവിടെ യാഥാർത്ഥ്യമായത്. M1A1 റൈഫിൾ കൊണ്ടാണ് കൊല നടന്നത്. അയാൾ പറഞ്ഞതുപോലെ ബുള്ളറ്റ് ഷെല്ലുകളും കാണുവാനില്ല. എന്നാൽ അതിന് തുല്യമായിട്ടുള്ള തെളിവുകൾ കൊലയാളി അവിടെ ഉപേക്ഷിച്ചിട്ടുമുണ്ട്. പോലീസ് നേരെ മോൺഗോമറിയുടെ വീട്ടിലേക്ക് പുറപ്പെട്ടു. അയാൾ അവിടെ ആ സമയത്തില്ലായിരുന്നു. അവിടെ നടത്തിയ തെരച്ചിലിൽ വേറെ ചില തെളിവുകൾ കൂടി പോലീസ് കണ്ടെത്തി. സംഭവ സ്ഥലത്തു നിന്നും ലഭിച്ച സിഗരറ്റ് കുറ്റികളും മോൺഗോമറിയുടെ ആശ്രയിൽ നിന്നും കണ്ടെത്തിയ സിഗരറ്റ് കുറ്റികളും ഒറ്റ ബ്രാൻഡായിരുന്നു. അത് DNA പരിശോധനയ്ക്ക് അയച്ചു. മോൺഗോമറിയെ കാണുവാനില്ലാത്തതുകൊണ്ട് പോലീസ് കൂടുതൽ ആശങ്കയിലായി. കാരണം അയാൾക്കിപ്പോൾ 2 ശത്രുക്കളാണുള്ളത്. 1 ബ്രിയാൻ, 2 ജെസ്സി. അതിൽ ബ്രിയാനോടുള്ള കണക്ക് അയാൾ വീട്ടിയിരിക്കുന്നു. ഇനി മോൺഗോമറിയുടെ ലക്ഷ്യം ജെസ്സി ആയിരിക്കും. പോലീസ് ബ്രിയാന്റെ ഫോണിൽ നിന്നും ജെസ്സിയുടെ നമ്പർ കണ്ടെടുത്ത് അതിലേക്ക് വിളിച്ചു. ജെസ്സി തന്നെയാണ് ഫോൺ എടുത്തത്. അവൾക്ക് കുഴപ്പമൊന്നുമില്ലെന്നറിഞ്ഞതും അവർക്ക് ആശ്വാസമായി. എന്നാൽ മോൺഗോമറിയുടെ അഭാവത്തിൽ അസ്വാഭാവികത തോന്നിയ പോലീസ് കൂടുതൽ അലർട്ടായി. തൊട്ടു പിന്നാലെ പോലീസ് ജെസ്സിയെ അന്വേഷിച്ച് അവളുടെ വീട്ടിലെത്തുകയാണ്. ജെസ്സിയുടെ വീട്ടിൽ മുട്ടിയപ്പോൾ കതക് തുറന്ന് പുറത്തേക്ക് വന്നത് മേരി ഷീലർ എന്ന മധ്യവയസ്കയായിരുന്നു. ജെസ്സി എവിടെയെന്ന ചോദ്യത്തിന് അവർ പറഞ്ഞത് ജെസ്സി തൻ്റെ മകളാണെന്നും അവൾ ഇവിടെ ഇല്ല എന്നും മറ്റൊരു നഗരത്തിലാണ് താമസമെന്നുമാണ്. പോലീസ് തങ്ങൾ എന്തിനാണ് വന്നത് എന്ന് മേരി ഷീലറെ അറിയിച്ചു. അവർക്ക് ഇതിനെക്കുറിച്ച് യാതൊരു അറിവുമില്ലായിരുന്നു. അതിനുശേഷം അവർ പതുക്കെ മേരി ഷീലറുടെ അയൽവാസികളുടെ വീടുകളിലും അതുപോലെ ജെസ്സിയുടെ സുഹൃത്തുക്കളുമായിട്ടും ബന്ധപ്പെട്ടു. അതിൽ നിന്നും പോലീസിന് മറ്റൊരു ക്ലൂ കിട്ടുകയാണ്. ബ്രിയാൻ ജെസ്സിയെ കാണുവാനായിട്ട് അവളുടെ നാട്ടിലേക്ക് പോവുകയാണെന്ന് നേരത്തെ ചാറ്റ് റൂമിൽ പറഞ്ഞല്ലോ. എന്നാൽ അവസാന നിമിഷം തനിക്ക് വരുവാനായിട്ട് കഴിയില്ല എന്നും അത്യാവശ്യമായിട്ട് മറ്റൊരു യാത്രയുണ്ടെന്നും ജെസ്സി മെസ്സേജ് അയക്കുകയാണ് ചെയ്തത്. അതുകൊണ്ടാണ് അന്ന് അവരുടെ ആദ്യത്തെ കൂടിക്കാഴ്ച നടക്കാതെ പോയത്. എന്നാൽ ജെസ്സിയുടെ കൂട്ടുകാരോട് അന്വേഷിച്ചപ്പോൾ ഈ പറഞ്ഞ സമയത്ത് അവൾ സ്വന്തം നാട്ടിലുണ്ടായിരുന്നില്ല. പിന്നെ എന്തിനായിരിക്കും താനിപ്പോൾ വീട്ടിലാണെന്നും പെട്ടെന്നൊരു യാത്രയുണ്ടെന്നും അവൾ ബ്രിയാന് മെസ്സേജ് അയച്ചത്. മാത്രവുമല്ല ജെസ്സിയുടെ കൂട്ടുകാർക്ക് ഈ പറയുന്ന ബ്രിയാനെയോ ടോമിയെയോ അറിയത്തുമില്ല. അവർക്ക് ആകെ അറിയാവുന്ന ഒരു കാര്യം ഇതാണ്, ജെസ്സിക്ക് ഒരു ഓൺലൈൻ അക്കൗണ്ട് പോലുമില്ല. പിന്നെ എങ്ങനെ അവൾ മറ്റുള്ളവരുമായിട്ട് ചാറ്റ് ചെയ്യും? ഇത്രയും അറിഞ്ഞതോടെ പോലീസിന്
എന്തോ കൊളുത്തി വലിക്കും പോലെ തോന്നി. ഒന്നും അങ്ങ് ശരിയാകുന്നില്ല. എന്തോ എവിടെയോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. അങ്ങനെ അവർ വീണ്ടും ജെസ്സിയുടെ അമ്മയായ മേരി ഷീലറുടെ അടുക്കൽ മടങ്ങിയെത്തി അവരെ വീണ്ടും ചോദ്യം ചെയ്തു. മേരിയുടെ മറുപടികളിൽ നിറയെ പൊരുത്തക്കേടും അതുപോലെ അവരുടെ ശബ്ദത്തിന്റെ പതർച്ചയും ഉണ്ടായിരുന്നു. അതോടെ പോലീസ് അവരെ വിശദമായിട്ട് ചോദ്യം ചെയ്തു. അപ്പോഴാണ് ആ ഞെട്ടിക്കുന്ന സത്യം അവർക്ക് മനസ്സിലായത്. അതാണ് ഈ കേസിലെ ഏറ്റവും വലിയ ട്വിസ്റ്റും. നമ്മൾ ആരും വിചാരിക്കാത്തൊരു ട്വിസ്റ്റാണ് ഇവിടെ നടന്നത്. അവരുടെ മകളായ ജെസ്സിക്ക് ഒരു ഓൺലൈൻ അക്കൗണ്ട് പോലും ഇല്ലായിരുന്നുവെങ്കിലും മധ്യവയസ്കയായ മേരി ഷീലർക്ക് നിരവധി അക്കൗണ്ടുകൾ ഉണ്ടായിരുന്നു. അതെ, അവർ തന്നെയായിരുന്നു ബ്രിയാനും മോൺഗോമറിയും ഭ്രാന്തമായിട്ട് പ്രണയിച്ച 18 വയസ്സുകാരി ജെസ്സി. സ്വന്തം മകളുടെ ചിത്രങ്ങൾ അവൾ അറിയാതെ ഉപയോഗിച്ചാണ് മേരി ഇത്രയും നാൾ മോൺഗോമറിയെയും അതുപോലെ ബ്രിയാനെയും ഇവരെ പോലെ മറ്റനേകം പേരെയും പറ്റിച്ചത്. മേരിയുടെ കമ്പ്യൂട്ടറിൽ നിന്നും ഇവർ തമ്മിലുള്ള ചാറ്റുകൾ മുഴുവനും പോലീസിന് കിട്ടി. എന്തിനാണ് സ്വന്തം മകളുടെ ചിത്രവും മറ്റും ഉപയോഗിച്ച് അവർ ആൾമാറാട്ടം നടത്തിയത്? ആ ചോദ്യത്തിന്റെ ഉത്തരം വളരെ ലളിതമായിരുന്നു. വിവാഹ ജീവിതത്തിൽ അത്ര സന്തുഷ്ടയല്ലായിരുന്നു മേരി. അങ്ങനെ ഇരിക്കെ വിരസത അകറ്റുവാനും സമയം കളയുവാനുമാണ് അവർ ഇത്തരം ചാറ്റ് റൂമുകളിൽ കയറിയത്. കാണുവാനായിട്ട് വലിയ ഭംഗിയൊന്നുമില്ലാത്ത, പ്രായവും അമിത വണ്ണവുമുള്ള തന്നോട് ആർക്കും വലിയ താല്പര്യം ഉണ്ടാകില്ല എന്ന് അവർ വേഗത്തിൽ തിരിച്ചറിഞ്ഞു. അതോടെ ഒരു ആൾമാറാട്ടം നടത്തുവാനും മറ്റുള്ളവരുടെ ശ്രദ്ധ ആകർഷിക്കുവാനും അവർ തീരുമാനിച്ചു. അതിനായിട്ട് തിരഞ്ഞെടുത്തത് സ്വന്തം മകളെയായിരുന്നു. മകൾ അറിയാതെ അവളുടെ ചിത്രങ്ങൾ ഉപയോഗിച്ച് മറ്റുള്ളവരുമായിട്ട് അവർ ചാറ്റ് ചെയ്തു. ഇതിൽ പല ചിത്രങ്ങളും മേരി മകൾ അറിയാതെ എടുത്തതാണ്. അടിവസ്ത്രങ്ങളുടെ കാര്യമെടുത്താലും ഇതുതന്നെയാണ് സംഭവിച്ചത്. മകളുടെ ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്ന മേരി ഇത് ചെയ്യുമെന്ന് ജെസ്സിയും പിതാവ് സ്വപ്നത്തിൽ പോലും കരുതിയില്ല. ഈ സംഭവം അറിഞ്ഞതും അവർ മേരിയെ വിട്ടുപോയി. പിന്നീട് ജെസ്സി ഒരിക്കലും തൻ്റെ അമ്മയുമായിട്ട് സംസാരിച്ചിട്ടുമില്ല. അപ്പോഴേക്കും മോൺഗോമറി പിടിയിലായി. എല്ലാ കുറ്റവാളികളും ചെയ്യും പോലെ അയാൾ കുറ്റം നിഷേധിച്ചു. തൻ്റെ കൈവശം അങ്ങനെ ഒരു തോക്കില്ല എന്ന് അയാൾ വാദിച്ചു. ഇതിനോടകം അയാൾ കൊലയ്ക്ക് ഉപയോഗിച്ച തോക്ക് അവിടെ നിന്നും മാറ്റിയിരുന്നു. എന്നാൽ വീട്ടിലെ സ്വീകരണ മുറിയിൽ തൂക്കിയിട്ടിരുന്ന തൻ്റെ കുടുംബ ഫോട്ടോ മാറ്റുവാനായിട്ട് അയാൾ മറന്നുപോയി. ആ ഫോട്ടോയാകട്ടെ വീടിൻ്റെ ഉള്ളിൽ മോൺഗോമറിയും ഭാര്യയും നിൽക്കുന്നതാണ്. അവർക്ക് പിന്നിലായിട്ടൊരു റൈഫിൾ ചുമരി തൂക്കിയിട്ടിരുന്നു. കൃത്യത്തിന് ഉപയോഗിച്ച അതേ റൈഫിൾ. ഈ തോക്ക് എവിടെയെന്ന ചോദ്യത്തിന് അയാൾക്ക് ഉത്തരമില്ലായിരുന്നു. അങ്ങനെ ആ കള്ളവും പൊളിഞ്ഞു. അതോടെ അയാൾ അടുത്ത കള്ളം പറഞ്ഞു. ബ്രിയാൻ കൊല്ലപ്പെട്ട സമയത്ത് താൻ വീട്ടിൽ ഉണ്ടായിരുന്നു. തൻ്റെ ഭാര്യ അതിന് സാക്ഷിയാണ്. അങ്ങനെയാണ് മോൺഗോമറി വാദിച്ചത്. പക്ഷെ അയാളുടെ ഭാര്യ സിൻഡി ആകട്ടെ ഇതിനോട് വിയോജിച്ചു. തൻ്റെ ഭർത്താവ് ആ സമയത്ത് വീട്ടിലില്ലായിരുന്നുവെന്ന സത്യം അവർ പോലീസിനോട് പറഞ്ഞു. ഇതിനിടയിൽ ക്രൈം സീനിൽ നിന്നും കിട്ടിയ സിഗരറ്റ് കുറ്റിയിലെ DNA-യും അയാളുടെ DNA-യും ഒന്നാണെന്ന റിപ്പോർട്ട് വന്നു. അതോടെ കുറ്റം സംശയാതീതമായിട്ട് തെളിയിക്കപ്പെട്ടു. കോടതി മോൺഗോമറിക്ക് 20 വർഷത്തെ തടവാണ് കൊടുത്തത്. മേരിക്കും പരമാവധി ശിക്ഷ വാങ്ങിക്കൊടുക്കുവാനായിട്ട് വക്കീലന്മാർ കിണഞ്ഞു ശ്രമിച്ചെങ്കിലും അത് വിജയിച്ചില്ല. കാരണം ഈ കൊലയുമായിട്ട് അവർക്ക് യാതൊരു ബന്ധവുമില്ല. ഒരു ആൾമാറാട്ടം മാത്രമാണ് അവർ ചെയ്തത്. അതുകൊണ്ട് അവർ കുറ്റവിമുക്തയായി. ഏറ്റവും കൗതുകമുള്ള കാര്യം, കോടതിയിൽ തൻ്റെ കേസ് നടക്കുമ്പോഴാണ് മോൺഗോമറി ആരാണ് ജെസ്സി എന്ന സത്യം മനസ്സിലാക്കിയത്. താൻ പ്രണയിച്ച 18 വയസ്സുകാരി തന്നെപ്പോലെ ഒരു മധ്യവയസ്കയാണെന്ന് യാഥാർത്ഥ്യം അറിഞ്ഞപ്പോൾ അയാളുടെ മനസ്സിലൂടെ കടന്നുപോയ വിചാരങ്ങൾ എന്തായിരിക്കും? ഒരു പിടിയുമില്ല. ഈ യാഥാർത്ഥ്യം അറിഞ്ഞ മോൺഗോമറി നിശബ്ദനായിട്ടിരുന്നതല്ലാതെ മറുത്തൊരു വാക്കുപോലും പറഞ്ഞില്ല. മേരി പിന്നീട് ഒരിക്കൽ മാത്രം ഈ കേസിനെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞിരുന്നു. ഇത് ഒരിക്കലും സംഭവിക്കുവാനായിട്ട് പാടില്ലാത്ത ഒന്നായിരുന്നു. ചുരുക്കത്തിൽ ഈ ആൾമാറാട്ടം കൊണ്ട് നഷ്ടമായത് 3 ജീവിതങ്ങളാണ്. ഒപ്പം ബ്രിയാൻ എന്ന ചെറുപ്പക്കാരൻ്റെ ജീവനും. ഇന്റർനെറ്റിൽ കാണുന്ന എല്ലാം ഒന്നും യാഥാർത്ഥ്യമല്ലെന്ന് ഈ കഥ പറയുന്നു. കഴിയുന്നവർ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യേണ്ടതാണ്. കാരണം ഷെയർ ചെയ്യുവാനുള്ള കാര്യങ്ങൾ ഇതിലുണ്ട്. ക്യാറ്റ് ഫിഷിംഗ് എന്ന യാഥാർത്ഥ്യം ഇപ്പോഴും നടക്കുന്ന ഒന്നാണ്. മറ്റൊരു കഥയുമായിട്ട് ഉടൻ വരാം.